വൈജയെ പൊന്നുപോലെ പരിചരിക്കുകയാണ് അലീന. എന്നാൽ വൈജയ്ക്ക് അലീനയോടുള്ള ദേഷ്യത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. ബബിതയോട് തന്നെ ഒന്ന് പുറത്താക്കാൻ പറയുമ്പോൾ പോലും ബബിതയെ രോഹിത്തും കൂടി ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ കൃഷ്ണമോളും അതുപോലെ അലീനയും ചേർന്നുകൊണ്ട് അവളെ പുറത്തേക്ക് കൊണ്ടുപോവുകയും വേലി കൊള്ളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാലൻ വന്നിട്ട് അലീനോട് പറയാണ്, നീ ഇനി മുതൽ തറയിൽ കിടക്കേണ്ട, ഈ മുറിയിലേക്ക് ഞാനൊരു കട്ടിലുണ്ടാക്കി തരാം എന്ന് പറയുന്നുണ്ട്. വേണ്ടച്ചാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുത്തശ്ശിയെ നോക്കാൻ നേരവും ഞാനിവിടെ തരത്തല്ലേ കിടന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിന് നീ വീട്ടിലെ ജോലിക്കാരിയോ ഒന്നും അല്ലല്ലോ. ജോലിക്കാരിയാണെങ്കിൽ പോലും ഇപ്പൊ അവർക്കൊരു മുറിയും കട്ടിലും എല്ലാം കൊടുക്കുന്നത് പതിവാ. അല്ലാതെ ആരും ഇപ്പോൾ തറയിൽ കിടത്താറില്ല. പിന്നെ നിനക്ക് മാത്രം എന്താ പ്രത്യേകത എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. ആ കട്ടില് ഒന്ന് പിടിക്കാൻ സഹായിക്കാൻ പറയാണ്. രോഹിത്ത് പറയുന്നുണ്ട്, എനിക്ക് വേറെ പണിയുണ്ട്. ഇപ്പോ അവക്ക് വേണ്ടി കട്ടില് പിടിക്കലല്ല എന്റെ പണി. അപ്പോഴേക്കും ബാലൻ പറയാണ്, കഴിഞ്ഞതെല്ലാം മോൻ മറന്നു പോയോ? ഒരടി തന്നാലേ മോന്റെ പല്ല് 32 വായി കിടക്കും. മര്യാദയ്ക്ക് വന്ന് കട്ടിലെ പിടിക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. അച്ഛന്റെ ഭീഷണിക്ക് മുമ്പിൽ പേടിച്ചിട്ട് രോഹിത്ത് ആ കട്ടിലെ പിടിക്കാൻ സഹായിക്കാണ്. അങ്ങനെ മുറിയിലേക്ക് ഒരു കട്ടിലും കൂടി കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാണ്. അങ്ങനെ വൈജയുടെ നേരെ തന്നെ അമ്മയെ കണ്ടോണ്ട് കിടക്കാത്ത രീതിക്ക് അലീനയ്ക്കും അവളൊരു കട്ടിൽ റെഡിയാവുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോളോട് വന്ന് ആ ബെഡെല്ലാം ലെവലാക്കി എല്ലാം വിരിയൊക്കെ വിരിച്ച് കൊടുക്കാണ്. അപ്പോൾ കൃഷ്ണമോള് വന്ന് അലീനയോട് രഹസ്യമായിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ അമ്മയുടെ കൂടെ കിടന്നുറങ്ങാലോ. അലീന പറയാണ്, അനാഥാലയത്തില് ഒരുപാട് രാത്രികളിൽ ഒരമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതി കരഞ്ഞോണ്ട് ഉറങ്ങിയ ഒരുപാട് സമയമുണ്ടായിരുന്നു. പ്രജിത്താമ്മ ഞങ്ങളെല്ലാം ആശ്വസിപ്പിക്കായിരുന്നു. എങ്കിലും അമ്മയുടെ നെഞ്ചിലെ പാൽ കുടിച്ച് ആ ചൂടറിഞ്ഞുറങ്ങാനായിട്ടൊക്കെ ഒരുപാട് ഞാനും കൊതിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെയും കൊണ്ട് പ്രജിത്താമ്മയും മറ്റും പോകുമ്പോഴും അമ്മമാരുടെ കൂടെ കുട്ടികൾ കളിക്കുന്നതും അവർക്ക് പാൽ കൊടുക്കുന്നതും അവരെ സ്നേഹത്തോടെ അച്ഛനും അമ്മയും കൊണ്ടു നടക്കുന്നതൊക്കെ ഞങ്ങളെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ഉള്ളും പൊള്ളുമായിരുന്നു. ഞങ്ങൾ അറിയാതെ കരഞ്ഞു പോയിട്ട് ഞങ്ങളെ ആ സമയം പ്രജിത്താമ്മ ചേർത്ത് പിടിക്കായിരുന്നു. പല രാത്രികളിലും അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പോയി. 10-23 വർഷം കൊണ്ട് അനുഭവിക്കേണ്ടതെല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ. അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹവും ലാളനയൊക്കെ അനുഭവിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു ഭാഗ്യ. എന്നെപ്പോലെ ഒരുപാട് കുട്ടികൾ, ഒന്നും രണ്ടും ഒന്നും അല്ല, ഒരുപാട് കുട്ടികളാ ഓരോ അനാഥാലയത്തിലും ഓരോ തെരുവുകളിലും കിടന്ന് വളരുന്നത്. അവരെല്ലാം അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹത്തിനും ലാളനയ്ക്കും വാത്സല്യത്തിനും ഒക്കെ കൊതിച്ചാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടി വളർന്ന മക്കൾക്ക് അതിൻ്റെ വില എന്താണെന്ന് ഒട്ടും അറിയില്ല. അതുകൊണ്ടാ ഇപ്പോഴും ഓരോ വൃദ്ധസദനങ്ങൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അലീന പറയാണ്. എന്തായാലും ചേച്ചിക്ക് ലോട്ടറി അടിച്ചു. ചേച്ചി ഇനി മുതൽ അമ്മയുടെ കൂടെ കിടക്കാലോ അങ്ങനെ പറയുന്നുണ്ട് കൃഷ്ണമോള്. അങ്ങനെ അലീനയാണെങ്കിലോ അങ്ങോട്ടേക്ക് കിടക്കാനായിട്ട് രാത്രി ചെല്ലുന്നുണ്ട്. വൈകി ചോദിക്കാണ്, നിന്നെ കാണുന്നത് പോലും എനിക്ക് അറപ്പാ. നീ ഒരു ഹോം നേഴ്സാണ് എന്നും പറഞ്ഞ് എന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ സമ്മതിച്ചത് എന്നും പറഞ്ഞപ്പോൾ കിടപ്പും കൂടി എൻ്റെ കൂടെ തന്നെ ആക്കുകയോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനൊരു കാര്യം മേഡത്തോട് ചോദിക്കട്ടെ? അല്ല, മേഡം ഇപ്പം എന്നെ ഇവിടുന്ന് പറഞ്ഞിടാണെന്ന് കരുതിക്കോ, മേഡത്തിനെ ആര് നോക്കും എന്ന് ചോദിക്കാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നിന്നെപ്പോലെ കാശ് കൊടുത്താൽ വരുന്ന 1000 ഹോം നേഴ്സിനെ എനിക്ക് കിട്ടും. അല്ലാതെ നീ മാത്രമല്ല ഈ ലോകത്ത് ഒരു ഹോം നേഴ്സ്. അപ്പൊ അലീന പറയാണ്, എന്നിട്ടെന്തേ ആരും അതിനെപ്പറ്റി അന്വേഷിക്കാത്തത്? വൈജിയ മേഡത്തിന്റെ ആങ്ങളമാർ സഹിതം കൈ ഒഴിഞ്ഞിട്ട് പോയല്ലോ. ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന പിന്നെ അവർ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അവരാരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്ന് കയറുന്നെങ്കിലും ഉണ്ടോ? അത് മാത്രമല്ല, വൈജ കമലേട്ടത്തിയോട് പറയുന്നത് ഞാൻ കേട്ടതാ, വൈജനെ അങ്ങോട്ട് കൊണ്ടുപോവാന്ന്. അപ്പോൾ കമലയാൻറ്റി തിരിച്ചു പറഞ്ഞത് എന്താണെന്ന് വൈജ ആൻറ്റിക്ക് അറിയോ? സോറി, മേഡത്തിന് അറിയോ? എന്നെ കൊണ്ടങ്ങ് വയ്യ. നിങ്ങളുടെ അമ്മയെ തന്നെ നോക്കാൻ തന്നെ ഞാൻ അവിടെ കിടന്ന് പാടുപെടുക. ഒരു ജോലിക്കാരി പോലും ഇല്ല. അതിനിടയിലാണോ നിങ്ങളുടെ പെങ്ങളെയും കൂടി ഇങ്ങോട്ട് കൊണ്ട് നോക്കാനെന്നാണ് കമലയാൻറ്റി ചോദിച്ചത്? അതൊന്നും മേഡം അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കാണ്. വൈജയ്ക്കങ്ങ് അടി കിട്ട പോലെ ആവുന്നുണ്ട്. ഇതൊന്നും പറഞ്ഞു തന്ന് കൂട്ടിപ്പിടിപ്പേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ കേട്ട കാര്യങ്ങൾ പറയണമല്ലോ. മേഡത്തിന്റെ ഈ അഹങ്കാരം ഒന്ന് ക്ഷമിക്കണമെങ്കിലേ അങ്ങനെ പറഞ്ഞാലേ പറ്റുള്ളൂ എന്ന് അലീന പറയുന്നുണ്ട്. എന്തായാലും വൈജയ്ക്കത് കുറുക്കി കൊള്ളുന്ന ഒരു മറുപടിയായിരുന്നു. അത് കേട്ട് വൈജ ആകെപ്പാടെ കലിപ്പിച്ച് അവിടെ കിടക്കുന്നുണ്ട്. മേഡം ഇവിടെയാണെങ്കിൽ പോലും അച്ഛൻ രാവിലെ തന്നെ
കടയിലേക്ക് പോകും. അതുപോലെ ബബിത രോഹിത്തിന്റെ കാര്യം മേഡത്തിന് അറിയാലോ. ഒന്ന് വെയിൽ വിളിക്കാൻ പുറത്തേക്ക് ഇറക്കാൻ പറഞ്ഞിട്ട് പോലും അവർ ഏറിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ആദ്യമൊക്കെ ഈ മുറിയിലേക്കെങ്കിലും വരുമായിരുന്നു, ഇപ്പൊ അതുകൂടി ഇല്ലാതായി. പക്ഷെ കൃഷ്ണമോളെ മേഡം ദേഷ്യപ്പെട്ട് അകറ്റി നിർത്തുകയാണെങ്കിലും അവളെ എപ്പോഴും വന്ന് സഹായിക്കുകയും അമ്മയോടുള്ള സ്നേഹത്തോടെ നോക്കുകയും ചെയ്യുന്നത് അത് മേഡം ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. പിന്നെ വീട്ടിൽ നോക്കാനേ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കിയില്ലെങ്കിലേ മേഡത്തെ നോക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. ഒന്ന് ബാത്റൂമിൽ പോണെങ്കിൽ പോലും മേഡത്തിന് ഇപ്പോൾ ഒരാളുടെ സഹായം വേണമെന്നുള്ള കാര്യം മേഡത്തിന് അറിയാലോ. അതുകൊണ്ട് കുറച്ചൊക്കെ അഹങ്കാരം ഹെഡ് വെയിറ്റും ഒക്കെ മാറ്റിവെച്ച് എന്നെ അനുസരിക്കുന്നതന്നെ മേഡത്തിന് നല്ലത് എന്നും പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അലീന അവിടെ പോയി കിടക്കാണ്. വൈജ മനസ്സിൽ കരുതുന്നുണ്ട്, എങ്ങനെയെങ്കിലും വേറൊരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ടേക്ക് മാറണം. ഞാനും എൻ്റെ മക്കളും എന്തായാലും അയാള് ഇവളെ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് വരില്ല. അതുകൊണ്ട് എൻ്റെ മക്കളെയും കൂട്ടി എനിക്ക് വേറെ വാടക വീട്ടിലേക്ക് മാറണം. എന്നിട്ട് നല്ലൊരു ഹോം നേഴ്സിനെ വെക്കണം. എൻ്റെയും മക്കളുടെയും കാര്യങ്ങൾ അവൾ നോക്കിക്കോളും. കാശിനൊന്നും ഒരു ബുദ്ധിമുട്ടും എനിക്കില്ലല്ലോ. ഇവളുടെയൊക്കെ അഹങ്കാരം ഞാനെന്തിനാ കേൾക്കുന്നത്? ഇവളൊക്കെ ഏതോ സ്ത്രീ പിഴച്ചു പറ്റ ഉണ്ടായ സന്തതികളാ. ഇവളൊക്കെ പറഞ്ഞത് ഞാൻ അനുസരിച്ച് ജീവിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ മനസ്സിലോർത്തുകൊണ്ട് കിടക്കാണ്. അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങുന്നുണ്ട്. രാവിലെ അലീന എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് കോഫിയും കൊണ്ട് വരുന്നുണ്ട്. മേഡം എഴുന്നേക്ക്, ഇത് കുടിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചേരം കിടന്ന് ഉറങ്ങണം എന്ന് പറയാണ്. അയ്യോ മേഡം അത് പറ്റില്ല, രാവിലെ തന്നെ ചെയ്യാനുള്ള ചില എക്സസൈസുകളുണ്ട്. അതുപോലെ തന്നെ മേഡത്തിന് രാവിലെ തന്നെ കഴിക്കാനുള്ള ഗുളികകളുണ്ട്. മേഡം എഴുന്നേറ്റിരിക്കുക എന്ന് പറയാണ്. അങ്ങനെ അലീന വൈജയെ പല്ലൊക്കെ തേപ്പിക്കുകയും കോഫി കുടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് വൈജ പറയാണ്, എനിക്കെൻ്റെ ഫോൺ വേണം. അങ്ങനെ ഫോൺ കൊണ്ടുവന്ന് അലീന കൊടുക്കാണ്. മേഡത്തിന് കൈ വയ്യല്ലോ, ഞാൻ ഡയൽ ചെയ്ത് തരാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ശിവന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്യാൻ പറയുമ്പോൾ ഡയൽ ചെയ്ത് കൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെവി വെച്ചേക്കാണ് കേട്ടോ. എന്തിനാ എൻ്റെ മുഖത്ത് നോക്കി നിൽക്കുന്നത്? പുറത്തേക്ക് പോ, എനിക്ക് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അലീന ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോവാണ്. ഈ സമയം ശിവൻ അവളുടെ ഫോൺ എടുക്കുന്നുണ്ട്. എന്താ വൈജെ, എന്താ ഈ രാവിലെ നീ വിളിച്ചത് എന്ന് ചോദിക്കുമ്പം, അല്ല നിങ്ങളൊക്കെ എൻ്റെ ആരാ? എന്താടി നീ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ടിപ്പോ 2 മാസം ആയില്ലേ? എൻ്റെ സ്നേഹമുള്ള ആങ്ങളമാര് ഇതിനോടിടയ്ക്ക് എത്ര തവണ വന്നു എന്നെ കാണാനായിട്ട്? 2-3 പ്രാവശ്യം. അതുകൊണ്ടാണല്ലോ ഞാൻ എല്ലാവരും വായിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കണ്ട് ഒന്ന് അന്വേഷിച്ചുകൂടെ എന്ന് ചോദിക്കാണ്. അത് പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാനും രാജീവനും എത്രയും പെട്ടെന്ന് തിരികെ പോവാണ്. അതിനുവേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കാം മോളെ. അതുകൊണ്ടാ ഞങ്ങൾ വരാത്തത്. ഓഹോ, അപ്പൊ നിങ്ങൾ ഇവിടുന്ന് വീണ്ടും പോവാണോ? പിന്നെ പോവാണ്ടേ മോളെ, അവിടുത്തെ ജോലിയെല്ലാം നിർത്തിവെച്ചിട്ടല്ലേ മോളുടെ കാര്യത്തിന് ഞങ്ങൾ വന്നത് എന്ന് ചോദിക്കാണ്. അല്ല, ഞാൻ അങ്ങോട്ട് വരുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോ കമലേട്ടത്തി എന്തെങ്കിലും പറഞ്ഞോ? ഏയ് അവളൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ അങ്ങനെ ചോദിച്ചത്? എങ്കിൽ പിന്നെ എന്നെ അവിടെ കൊണ്ടുവന്ന് നോക്കിക്കൂടെ എന്ന് ചോദിക്കാണ്. അപ്പോ ശിവൻ പറയുന്നുണ്ട്, അത് പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കല്ലേ, അവളെ ഇപ്പോ കമല നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ കൂടെ നീയും കൂടെ വന്നാല് അത് കമലയ്ക്കൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കാണ്. അപ്പോൾ അലീന പറഞ്ഞത് സത്യമുണ്ടെന്ന് വൈജയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, എനിക്ക് വേണ്ടി ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ? അത് എൻ്റെ കൂടി വീടാണല്ലോ, അല്ലാതെ നിങ്ങളുടെ മാത്രം അല്ലല്ലോ. ശിവൻ പറയാണ്, നീ എന്തിനാ ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞത്? ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കാൻ വലിയ താമസമൊന്നുമില്ല. പക്ഷേ അലീന നോക്കുന്നത് പോലെ മറ്റാരെങ്കിലും നോക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം വൈദ്യ ചോദിക്കാണ്, അല്ല നിങ്ങൾക്കെല്ലാം ഇതെന്താ പറ്റിയത്? എല്ലാവരും അലീനനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ട് അലീനയെ കാണുമ്പോൾ കടിച്ചു കീറാൻ നിന്നവരായിരുന്നല്ലോ നിങ്ങൾ. അവളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയവരല്ലേ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്കൊരു സോഫ്റ്റ് കോർണർ? സോഫ്റ്റ് കോർണർ ഒന്നും അല്ല മോളെ. നിനക്കറിയാലോ പണ്ട് അമ്മേനെ അവൾ എത്ര കാര്യമായിട്ട് നോക്കിയത്. നമ്മുടെ അമ്മ എത്ര പെട്ടെന്നാ എഴുന്നേറ്റ് നടന്നത്. അത് മാത്രമല്ല അവൾ ആ കോഴ്സും പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നതല്ലേ. ഇതുപോലൊരു കെയർടേക്കറെ ഹോം നേഴ്സിനെ കിട്ടാൻ നമ്മൾ ഒരുപാട് തിരയേണ്ടി വരും. ഒത്തിരി തിരഞ്ഞെറിഞ്ഞ് അവസാനം എങ്ങനെയുള്ളതാ വന്ന് കയറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നിന്നെ ഈ ഒരു അവസ്ഥയിൽ നന്നായി നോക്കുന്ന ഒരാൾ തന്നെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞത് നീ കേട്ടതല്ലേ. നിന്റെ എല്ലാ മെഡിക്കൽ ഹിസ്റ്ററീസും അറിയാവുന്ന ഒരാൾ തന്നെ ആവണം. അതുപോലെ നിന്റെ എല്ലാ സാഹചര്യങ്ങളും അവസ്ഥകളും മനസ്സിലാക്കി പെരുമാറുന്ന ഒരാളല്ലേ അലീന. നിനക്ക് ഭക്ഷണവും നിന്റെ വീട്ടിലെ കാര്യങ്ങളും നിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ആ കുട്ടി നോക്കി നടത്തുന്നില്ലേ. അതുപോലെ മറ്റാരെങ്കിലും വന്നാലും ഒക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാ ഞങ്ങൾ ആരും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തത്.
ഓഹോ, അപ്പൊ എല്ലാവരും അവൾക്ക് സപ്പോർട്ടാണല്ലേ? എങ്കില് ശിവേട്ടനോട് ഞാനൊരു കാര്യം പറയാം. എന്റെ ഭർത്താവ് ഈ അവസ്ഥയിലായിട്ട് കൂടി എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ആലീനയാണെങ്കിലോ എന്റെ മുറിയിൽ തന്നെ കട്ടിലിപ്പിട്ട് എന്റെ കൂടെ തന്നെ അങ്ങ് കിടപ്പാ. എനിക്കതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വയ്യ. ശിവൻ ചോദിക്കാണ്, അല്ല വൈജയ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ അലീന നിന്നെ നന്നായി നോക്കുന്നുണ്ടോ അതോ നോക്കുന്നില്ലേ? ആ, നോക്കുന്നൊക്കെ ഉണ്ട്. എല്ലാ ട്രീറ്റ്മെന്റുകളും അതുപോലെ മരുന്നുകളും ഭക്ഷണവും എന്നെ കുളിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളും സമയാസമയം കൃത്യമായി ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ നിനക്ക് കുഴപ്പം? അങ്ങനെ നോക്കുന്ന ഒരാളെ കിട്ടിയതന്നെ ഭാഗ്യമല്ലേ എന്ന് ചോദിക്കുമ്പോ, ഇതാ എനിക്ക് ദേഷ്യം വരുന്നത്. അവളെ എന്തിനാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? അവളെ എനിക്ക് കാണുന്നത് കൂടി ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട്. നീ എന്തായാലും തൽക്കാലം എഴുന്നേറ്റ് നടക്കുന്നത് വരെ അവളോടുള്ള ആ ദേഷ്യവും വാശിയും വൈരാഗ്യമൊക്കെ ഒന്ന് മാറ്റിവെക്ക്. അവളോട് ഒന്ന് സ്നേഹത്തോടെ പെരുമാറിയില്ലെങ്കിലും ദേഷ്യം കാണിക്കാതിരിക്കുക. നിന്നെ അത്രയധികം കെയർ ചെയ്യുന്ന ഒരു ഹോം നേഴ്സ്, ഒരു വേലക്കാരിയായിട്ട് മാത്രം നീ അവളെ കണക്കാക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സാധാരണ ഒരാൾ വന്ന് നിന്നാല് നീ എങ്ങനെ പെരുമാറുവോ അതുപോലെ തന്നെ പെരുമാറണം. അല്ലാതെ വെറുതെ അവളെ വാശി പിടിപ്പിക്കാൻ നിൽക്കരുത് എന്ന് പറയാണ്. ശിവേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാല് എനിക്ക് സാധിച്ചു തരുമോ? എന്താ വൈജയ്, നീ എന്താ അങ്ങനെ ചോദിച്ചത്? എന്ത് പറഞ്ഞാലും ഞങ്ങൾ സാധിച്ചു തരില്ലേ? എങ്കില് എത്രയും പെട്ടെന്ന് എനിക്കൊരു വാടക വീട് എടുത്തു തരണം. ഞാനും എൻ്റെ മക്കളും കൂടി അങ്ങോട്ടേക്ക് മാറാൻ പോവാ. അതുപോലെ തന്നെ ഒരു ഹോം നേഴ്സിനെ കൂടി എനിക്ക് തയ്യാറാക്കി തരണം. ആ ഹോം നേഴ്സിനെ കൊണ്ട് ഞാൻ വേറെ വീട്ടിലേക്ക് പോയിക്കോളാം. ഇയാളുടെ കൂടെ എനിക്കിവിടെ താമസിക്കാൻ വയ്യ. അച്ഛൻ്റെ മകളുടെ സ്നേഹപ്രകടനങ്ങളും അവരുടെ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്നെ പറഞ്ഞു പറ്റിച്ച് ഇത്രയും കാലം ചതിച്ച് എൻ്റെ കൂടെ ജീവിച്ചിട്ട് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേ എനിക്കങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, എൻ്റെ വീടിപ്പോൾ അവള് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുക. അവളുടെ മുമ്പിൽ ഇങ്ങനെ കിടന്ന് നരയിക്കുന്നതിലും നല്ലത് ഞാൻ മരിക്കുന്നതാണെന്നാ എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ എനിക്ക് വേറെ വാടക എടുത്തു തരണം എന്ന് പറയുമ്പം ശിവൻ പറയാണ്, നീ സമാധാനപ്പെട്, നമുക്കതിനെപ്പറ്റി ആലോചിക്കാം. ഡോക്ടർ പറഞ്ഞ പ്രകാരം 1 മാസത്തിനുള്ളിൽ നീ എഴുന്നേറ്റ് നടക്കുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? പിന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി നിനക്കാവും. അതുവരെ നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? ഇല്ല, എനിക്കൊട്ടും ക്ഷമിക്കാനാവില്ല. എത്രയും പെട്ടെന്ന് എനിക്കൊരു വാടക എടുത്തു തരണം എന്ന് പറയുമ്പോൾ, ശരി, ഞാൻ അതിനെക്കുറിച്ച് ഗംഗേട്ടനോടും രാജീവിനോടും ഒന്ന് ചോദിക്കട്ടെ. അവരുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് ഞാൻ അന്വേഷിക്കാം എന്ന് പറയാണ്. ശരിയെന്നും പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ടാക്കുന്നുണ്ട്. അലീന ഈ സമയം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മുറിയിലേക്ക് കയറി വരികയാണ്. അങ്ങനെ വൈജയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോണ്ടിരിക്കുമ്പം ടേബിളിൽ ഇരുന്നുകൊണ്ട് അലീനയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. വൈജ തിരിഞ്ഞു നോക്കുമ്പം ശിവൻ അങ്കിൾ എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ട്. ഇത് കാണുമ്പം വൈജ ആലോചിക്കാണ്, ശിവൻ അങ്കിളോ, അതാരാ എന്ന് ഓർക്കാണ്. ഈ സമയത്ത് മേഡം 1 മിനിറ്റ് എന്നും പറഞ്ഞിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വെച്ചിട്ട് ആ ഫോണും കൊണ്ട് അലീന പുറത്തേക്ക് പോകുന്നുണ്ട്. എന്താ അങ്കിളെ, ഞാൻ മേഡത്തിനടുത്തായിരുന്നു എന്ന് പറയുമ്പോ, അല്ല, എന്നെ ഇപ്പോ വൈജ വിളിച്ചു. വാടകയ്ക്ക് ഒരു വീട് വേണം, മക്കളെയും കൊണ്ട് അവള് മാറാൻ പോവാണ്, വേറെ ഹോം നേഴ്സ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ മോളെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം, അതൊന്നും സാറില്ല അങ്കിളെ, എന്നോടുള്ള ദേഷ്യം കൊണ്ടാ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതൊക്കെ മാറിക്കോളും, നിങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എൻ്റെ അമ്മയല്ലേ, ഞാൻ പൊന്നുപോലെ തന്നെ നോക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അതൊക്കെ ഇപ്പോൾ അമ്മയുടെ ഓരോ തോന്നലുകളാ. ശരി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എന്തായാലും നിങ്ങൾ ഈ മാസം തിരികെ പോവല്ലേ, അത് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറിക്കോളും. അച്ഛനിപ്പോ അമ്മയോട് തീരെ അടുക്കുന്നില്ലല്ലോ, ഒരു സ്നേഹമോ ഒന്നും കാണിക്കുന്നില്ല. ആ ഒരു കെറിവും ദേഷ്യവും ഒക്കെ കൂടിയാ അമ്മയ്ക്ക് ഇതൊക്കെ തോന്നിക്കുന്നത്. അമ്മ ഇപ്പോ എൻ്റെ മുമ്പിൽ തോറ്റുപോയെന്നൊരു തോന്നലാ. അതുകൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. വാടകയോട് അന്വേഷിക്കുകയാണെന്നും ഹോം നേഴ്സിന് തപ്പാണെന്നൊക്കെ പറഞ്ഞാൽ മതി. 1 മാസത്തിനുള്ളിൽ അമ്മ എഴുന്നേറ്റ് നടക്കുമെന്നാ പറഞ്ഞിരിക്കുന്നേ. അതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. അതുവരേക്കും എങ്ങനെയെങ്കിലും അങ്കിളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ശരി മോളെ, എങ്കിൽ മോളെ കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ ഗംഗയോടും രാജീവിനോടും ഇതേക്കുറിച്ച് സംസാരിക്കാം എന്നും പറഞ്ഞ് ഫോൺ കട്ടാക്കാണ്. ശരി അങ്കിളിനും പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കി അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വഴി ചോദിക്കുകയാണ്, അല്ല, നിന്റെ ഫോണിലിപ്പോ ആരാ വിളിച്ചത്? അത് പിന്നെ എൻ്റെ സ്നേഹനികേതനുള്ള സിസ്റ്ററാണ് വിളിച്ചത് എന്ന് പറയാണ്. അപ്പൊ വായിച്ച മനസ്സിലോർക്കുന്നുണ്ട്, ഇവളെന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? സിസ്റ്റർ അല്ലല്ലോ, ശിവൻ അങ്കിൾ എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. ഇനിയിപ്പോൾ ഒരുപക്ഷെ ശിവേട്ടനായിരിക്കുമോ എന്ന് മനസ്സിലോർക്കാണ്. ഇവളെ എന്തിനാ ശിവേട്ടൻ വിളിക്കുന്നത്? ശിവേട്ടനൊക്കെ ഇവളെ കാണുന്നത് പോലും ഇഷ്ടമില്ല. അപ്പൊ പിന്നെ അവനായിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല.
പിന്നെ എന്തിനായിരിക്കും ഇവൾ എന്നോട് കള്ളം പറഞ്ഞത് എന്ന് മനസ്സിലോർക്കുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണമോളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേച്ചി ഗുഡ് മോർണിംഗ് എന്ന് പറയാണ്. അല്ല അമ്മ എഴുന്നേറ്റോ? പിന്നെ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്ന സമയമായില്ലേ? ഇന്ന് എന്താ മോള് താമസിച്ചു പോയേ? അറിയില്ലേ ചേച്ചി, നമ്മൾ രാത്രി കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നില്ലേ, അതുകൊണ്ടായിരിക്കും. എന്നാ ശരി, മോള് പോയി പല്ലൊക്കെ തേക്ക്, എന്നിട്ട് ഫ്രഷ് ആയിട്ട് വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവള് ഫ്രഷൊക്കെ ആവാനായിട്ടൊക്കെ പോവാണ്. ഈ സമയം ബബിത രോഹിത്തും കുളിയെല്ലാം കഴിഞ്ഞ് താഴേക്ക് വരുന്നുണ്ട്. അല്ല ടേബിളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കായിരിക്കും. രണ്ടുപേരും അതൊക്കെ എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. അമ്മ ഞങ്ങൾ പോവാന്ന് ഹാളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇവൾക്കാണെങ്കിലോ അവരെന്ന് കാണണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ രണ്ട് മക്കളും ഒരക്ഷരം പോലും മിണ്ടാതെ പോവാണെന്ന് മാത്രം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവർ പോവാണ്. ഈ സമയത്ത് കൃഷ്ണമോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പാത്രത്തിലെടുത്തുകൊണ്ട് ഇവരുടെ മുറിയിൽ വന്നിരിക്കുകയാണ്. അലിനെ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ടേബിളിൽ ഒന്ന് കഴിച്ചാൽ പോരെ? എങ്കിലും ഇവിടെ ഇരിക്കുമ്പോൾ ചേച്ചി അമ്മേനെയും ഇങ്ങനെ ഒന്ന് കണ്ടോണ്ടിരിക്കാലോ എന്ന് പറയാണ്. അല്ല ഇതുവരെ അങ്കിളിനെ കണ്ടില്ലല്ലോ, എഴുന്നേറ്റ് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനും കണ്ടില്ല. അയ്യോ മോളൊന്ന് പോയിട്ട് ഒന്ന് നോയിക്കേ, ഒന്ന് വിളിച്ചുണർത്തിക്കേ, സമയം ഇത്രേ ആയില്ലേ, ഞാനിന്ന് രാവിലെ കോഫിയും കൊടുത്തില്ല, ഉറങ്ങാണെങ്കിൽ ശല്യപ്പെടുത്തണമെന്ന് കരുതി എന്ന് പറയുമ്പോൾ ശരി ചേച്ചി ഞാൻ കഴിച്ചിട്ട് പോയി നോക്കാം എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരാണ്. അച്ഛാ ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, ഇതുവരേക്കും എഴുന്നേറ്റില്ലല്ലോ എന്ന്, എന്ത് പറ്റി താമസിച്ചത്? ഏയ് ഒന്നുമില്ല മോളെ, ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. രാത്രിയിൽ കട്ടിൽ പിടുത്തവും എല്ലാം കഴിഞ്ഞ് കുറെ താമസിച്ചല്ലോ, അതുകൊണ്ട് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. സാരമില്ല, ഞാൻ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ ഉണ്ടല്ലോ, ഞാൻ എടുത്തരാച്ചാ. അതൊന്നും വേണ്ട, എല്ലാവരും ഇരിക്കുകയല്ലേ, എടുത്തു കഴിക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഫ്രഷ് ആവാനായിട്ട് പോണുണ്ട്. ഇവരുടെ മൂന്നുപേരുടെയുള്ള ഈ ഒരു സിങ്കും അവരുടെ ആ ഒരു കണക്ഷനൊക്കെ കണ്ട് വൈജിക്ക് ആകെപ്പാടെ മനസ്സമാധാനം ഇല്ല. എന്തൊക്കെയോ ഡൗട്ടുകളും തോന്നുന്നുണ്ട്. കാരണം ശിവനും ഇപ്പോൾ നല്ല കൂളായിട്ട് അലിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ ശിവനാണെങ്കിലും രാജീവനും ഗംഗേട്ടനും എല്ലാവരും അങ്ങനെ തന്നെ. പിന്നെ ബാലന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, കൃഷ്ണമോളും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്തായിരിക്കുമെന്ന് ഇവള് കിടന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്നുണ്ട്. അതിനുശേഷം മുറിയിലേക്ക് കയറി വരുന്നുണ്ട്. അലീന മരുന്നെല്ലാം തീരുകയോ മറ്റെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ എന്തായാലും കടയിലേക്ക് പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് വൈജി ചെറുതായിട്ട് നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ വൈജി മനസ്സിലാക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇയാൾക്ക് ഇപ്പൊ എന്നോട് ഇത്രയ്ക്കും ദേഷ്യം. പക്ഷെങ്കിൽ എന്തായാലും എന്നോടിപ്പോൾ ഒരു സ്നേഹം ഉള്ളിലുണ്ട്, അതുകൊണ്ടാണല്ലോ എന്നും പോകാൻ നേരം എന്നെ നോക്കിയിട്ട് പോണത് എന്ന് ഓർക്കാണ്. എല്ലാ ദിവസവും രാവിലെ കയറി വന്ന് ബാലൻ ഇതേ ഡയലോഗ് പറയും. എന്നിട്ട് വൈജാനെ ഏറെ കണ്ടിട്ട് ഒന്ന് നോക്കിയിട്ടായിരിക്കാം ബാലേന്ദ്രൻ ഇറങ്ങിപ്പോണത്. അതുകൊണ്ട് തന്നെ വൈജയ്ക്കും ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ട്. അങ്ങനെ അതിനുശേഷം കൃഷ്ണമോളും അവിടുന്ന് ഒരുങ്ങിപ്പോവാണ്. പിന്നീട് അവിടെ വൈജയും അലീനയും മാത്രമാണ് കേട്ടോ. ഈ സമയത്ത് വൈജയ്ക്ക് കൊടുക്കേണ്ട മരുന്നെല്ലാം കൊടുത്തതിന് ശേഷം അലീന അടുക്കളയിലേക്ക് പോവാണ്. അടുക്കളയിൽ പോയിട്ട് അവളെ ജോലികളെല്ലാം ചെയ്ത് തീർക്കുന്നുണ്ട്. ഈ സമയം വൈജയ്ക്ക് നല്ല സംശയമാണ്, അവളെ ആരായിരിക്കും വിളിച്ചത്? വൈജി കിടക്കുന്ന കട്ടിലിനരികിലുള്ള ഒരു ടേബിളിലാണ് അലിയുടെ ഫോൺ ഇരിക്കുന്നത്. വൈജിക്ക് കൈക്ക് നല്ല ആരോഗ്യമില്ലാത്തതുകൊണ്ട് തന്നെ അതെടുക്കാനായിട്ട് അവൾ നന്നായി പാടുപെടുന്നുണ്ട്. വലത്തേ കൈക്ക് വലിയ കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞെങ്ങി ഞെരങ്ങിയൊക്കെ ആ സൈഡിലേക്ക് വന്ന് പതിയെ ഫോൺ എടുക്കാണ്. അങ്ങനെ ഫോൺ എടുത്തിട്ട് അവൾക്ക് ഇപ്പോൾ വന്ന കോൾ ഹിസ്റ്ററി നോക്കുന്നുണ്ട്. ശിവൻ അങ്കിൾ എന്നുള്ള പേര് കാണുകയാണ്. നമ്പർ എടുത്ത് നോക്കിയപ്പോൾ അവളൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ആ കോള് അവളുടെ ആങ്ങളെ ശിവന്റെ തന്നെയാണ്. ആ നമ്പർ തന്നെയാണ്. അനക്കാതെ ആ ഫോൺ ടേബിളിലേക്ക് വെക്കാണ്. ആ ഒരു ഫോൺ എടുത്തിട്ട് ഒന്നുകൂടി അവള് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കുമ്പം രാജീവൻ അങ്കിൾ എന്ന് എഴുതിയേക്കുന്നത് കാണിക്കുന്നുണ്ട്. പലപ്പോഴും രാജീവൻ അങ്കിൾ, ഗംഗേട്ടൻ, അതുപോലെ തന്നെ ഗംഗാധരൻ അങ്കിൾ, അങ്ങനെ 3 പേരും ഇവളെ പലതവണ വിളിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇവളെ കാണുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഇവര് 3 പേരും ഇവളെ കോള് ചെയ്യുന്നത് എന്ന് ഓർക്കുന്നുണ്ട്. ആ ഫോൺ അവിടെ തന്നെ വെക്കാണ്. എന്നിട്ട് ഓർക്കാണ് താൻ വിളിച്ച് ശിവനോട് എത്രയും പെട്ടെന്ന് വാടക വീട്ടിലേക്ക് മാറണം, അങ്ങനെ കംപ്ലൈൻറ്റ്സ് ഒക്കെ പറഞ്ഞ് ഫോൺ കട്ടാക്കിയപ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവളോട് പറയാനല്ലേ ശിവേട്ടൻ അങ്ങോട്ട് വിളിച്ചത്? അവളോട് ദേഷ്യപ്പെട്ടതാണെന്ന് എന്തായാലും എനിക്ക് തോന്നുന്നില്ല.
അതുമാത്രല്ല ഗംഗേട്ടനും രാജീവേട്ടനും എല്ലാവരും അവളുടെ ഫോണിലേക്ക് മാറി മാറി മിക്കവാറും വിളിക്കാറുണ്ട്. കോൾ ഹിസ്റ്ററി നോക്കുമ്പോൾ തന്നെ ഒരു മാസത്തോളമായിട്ട് എല്ലാവരുമായിട്ട് ഇവക്ക് നല്ല കണക്ഷനാണ്. എന്തുകൊണ്ടായിരിക്കാം അവരിപ്പോ ഇവളെ ഇങ്ങനെ സ്നേഹിക്കുകയും വിളിക്കുകയും ചെയ്യുന്നത് എന്നൊക്കെ ഇവൾ ഓർക്കാണ്. ഇതിൻ്റെയൊക്കെ ഇടയിൽ താൻ അറിയാതെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നിവക്ക് മനസ്സിലാവാണ്. അങ്ങനെ അലീന ഉച്ചക്കുള്ള ഭക്ഷണമായിട്ട് വരുന്നുണ്ട്. ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ അവൾക്ക് കൊടുക്കാണ്. വൈജയ്ക്കാണെങ്കിലോ ചോദിക്കണമെന്നുണ്ട്, എങ്കിലും ഒന്നും മിണ്ടാതിരിക്കാണ്. ഈ സമയത്ത് വൈജ പറയാണ്, ഭക്ഷണം കഴിച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് വരും. ആ സമയത്ത് ഫിസിയോതെറാപ്പി ചെയ്യാം, അതിനുശേഷം ഞാൻ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. വൈജിയാണെങ്കിലോ ഒന്ന് മൂളുന്ന് മാത്രമേ ഉള്ളൂ, ഒരക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ. അതിനുശേഷം ചോറൊക്കെ ഉണ്ടതിന് ശേഷം മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട്. 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നുണ്ട്. അവർ വന്ന് കുറെ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. ഫിസിയോതെറാപ്പി കൊണ്ടും മരുന്നുകളൊക്കെ കൊണ്ട് വൈജിക്ക് നല്ല മാറ്റാവുന്നുണ്ട്. ഇടത്തെ കൈയും അതുപോലെ കാലുകളൊക്കെ നല്ലവണ്ണം ചലിപ്പിക്കാനും ബോഡി ഒന്ന് റിലാക്സ് ആവാനൊക്കെ സാധിക്കുന്നുണ്ട്. അങ്ങനെ അലീന 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും പതിയെ വൈജാനെ ഒരു വിധത്തിൽ വീൽ ചെയറിലേക്ക് ഇരുത്താണ്. എന്നിട്ട് പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഇളം വെയിലൊക്കെ കൊള്ളിക്കുകയാണ്. അതിനുശേഷം ഞാൻ അകത്തേക്ക് പോയിട്ട് ചായയുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി വൈജയ്ക്കുള്ള ചായയും സ്നാക്സും എല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ പുറത്ത് വീൽ ചെയറിൽ അവൾ ഇരിക്കുകയും അതിൻ്റെ ഫ്രണ്ടിൽ ഡെസ്ക് ഇട്ട് കൊടുത്ത് അവിടെ ചായയും സ്നാക്സും എല്ലാം വെച്ച് കൊടുക്കുകയാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വൈജിക്ക് ഭയങ്കര റിലാക്സ് ആവുന്നുണ്ട്. അലീന ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവൾക്ക് നല്ല ഒരു സന്തോഷമൊക്കെ ഉണ്ട് മനസ്സിൽ. എങ്കിലും അവളോടുള്ള ഒരു സംശയം, എന്തുകൊണ്ടായിരിക്കും എല്ലാവരും അവളെ ഇപ്പോൾ കെയർ ചെയ്യുന്നത്, എന്തുകൊണ്ടായിരിക്കും എല്ലാവരും അവളിപ്പോൾ സ്നേഹിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവളുള്ള ദേഷ്യമുണ്ട്, സംശയമുണ്ട്, ഇപ്പൊ തന്നെ കെയർ ചെയ്യുന്നുള്ള സന്തോഷമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കൂടിക്കലർന്ന് കൊഴിഞ്ഞു മറിഞ്ഞൊരവസ്ഥയിൽ വൈദ്യരുടെ മനസ്സിങ്ങനെ കിടന്ന് തുടിക്കാണ്. അലീനയും അവിടെ ഇരുന്ന് ചായ കുടിക്കാണ്. ഈ സമയത്താണ് നമ്മുടെ റിങ്കു, അതായത് അപ്പുറത്തെ വീട്ടിലെ നായക്കുട്ടി ഗേറ്റിന്റെ വാതിക്കലേക്ക് വരുന്നത്. അലീന പോയിട്ട് ഗേറ്റ് തുറക്കാണ്. ഉടനെ അവൻ ഓടി വന്ന് അലീനയുമായിട്ട് കളിക്കുന്നുണ്ട്. എടാ, നീ ഇപ്പോഴും എന്നെ മറന്നിട്ടില്ലല്ലേ? ഓടി ഓടി ഇപ്പോഴും വരുന്നുണ്ടല്ലോ. അല്ല, നിന്റെ ഡോക്ടർ അങ്കിൾ എന്തേ? അങ്കിളുണ്ടാ വഴക്ക് പറയില്ലേ എന്നൊക്കെ ചോദിക്കാണ്. അങ്ങനെ രണ്ടുപേരും മുറ്റത്തുകൂടി ചുമ്മാ ഇങ്ങനെ ഓടി ഓടി കളിച്ചു നടക്കുന്നത് കാണുമ്പം വൈജയ്ക്ക് തന്നെ അവളുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അവളും ഇതുപോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു. നായക്കുട്ടിയുമായിട്ട് ഇതുപോലെയായിരുന്നു അവളും ഉമ്മറത്തൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. ഒരു പഴയ കാലത്തിലേക്കൊക്കെ വൈജ പോകുന്നുണ്ട്. കുറെ നേരം കഴിയുമ്പം അലീന പറയാണ്, എങ്കിലേ നീ സൂക്ഷിച്ച് തിരിച്ചു പോയിക്കോട്ടോ, ആന്റി എനിക്ക് അകത്ത് കയറിയുള്ള സമയമായി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൃഷ്ണമോള് സ്കൂളിൽ പോയിട്ട് കയറി വരുന്നുണ്ട്. റിങ്കുമായിട്ട് ചേച്ചി കളിക്കായിരുന്നോ? അതെ, കുറെ ദിവസമായിട്ട് അവനെ കാണുന്നില്ലായിരുന്നു. ഇന്നിപ്പോ എന്നെ പുറത്ത് കണ്ടപ്പം പുള്ളിക്കാരൻ ഓടി ഇങ്ങ് പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. അലീനയും കൃഷ്ണമോളും കൂടി വൈജയനെ അകത്തേക്ക് കൊണ്ടിരുത്താണ്. അതിനുശേഷം അവരവളെ കിടത്തുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേരെയും കാണുമ്പോഴും അവക്ക് ഭയങ്കര ഒരു സംശയമൊക്കെ തോന്നുകയാണ്. അലീനയെ കുറിച്ച് എന്തൊക്കെയോ അവക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അലീനയുടെ പിറന്നാളാണെന്നുള്ള കാര്യം ഇങ്ങനെ കൃഷ്ണമോളും അതുപോലെ തന്നെ ബാലൻ സംസാരിക്കുന്നത് വൈജ കേക്കാണ്. അലീനയുടെ പിറന്നാള് നാളെയോ? കൃഷ്ണമോൾ അകത്തേക്ക് കയറി വരുമ്പോൾ വൈജ ചോദിക്കാണ്, അനാഥാലയത്തിൽ പിറന്ന കുട്ടിക്ക് എങ്ങനെയാ ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അറിയാവുന്നത് എന്ന് ചോദിക്കുമ്പം അലീന വന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഉപേക്ഷിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, അവർ പ്രസവിച്ച അതേ ദിവസം തന്നെയാണ് എന്നെ സ്നേഹനികേതത്തിലേക്ക് കൊണ്ടാക്കിയത്. ആ ദിവസമാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹനികേതത്തിലേക്കുള്ളവർക്കും എനിക്കും എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൃത്യമായിട്ട് അറിയാം എന്ന് പറയാണ്. അങ്ങനെ ബാലൻ പറയാണ്, എന്തായാലും നാളെ നമുക്കത് വലിയ സെലിബ്രേഷൻ ആക്കണം. അപ്പോഴേക്കും അയില പറയുന്നുണ്ട്, അയ്യോ അതൊക്കെ എന്തിനാ, ഞങ്ങളാണെങ്കിലും അവിടെ എല്ലാവരും ഓരോ മുട്ടായി വെച്ച് വീതിച്ചെടുക്കും, പിന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, അതായിരുന്നു ഞങ്ങളുടെ ആഘോഷം. അവിടെ ഒരുപാട് കുട്ടികളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതിനൊന്നും സാധിക്കാറില്ല. സാരയില്ല, ഇന്ന് അലീന മോക്ക് 24 വയസ്സ് തികയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ. കൃഷ്ണമോള് പറയുന്നുണ്ട്, അതെ അതെ അച്ഛൻ പറഞ്ഞതാ ശരി, നമ്മളെന്തായാലും ഈ പ്രാവശ്യത്തെ അല്ലച്ചിച്ചിയുടെ ബർത്ത്ഡേ വളരെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാൻ പോവാണ്.
എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ വൈദ്യരുടെ മുഖത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ബാല ശ്രദ്ധിക്കുന്നുണ്ട്. അവളിങ്ങനെ കൂളായിട്ട് തന്നെ കിടക്കാണ്. അങ്ങനെ അലിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഉള്ള എല്ലാ പ്രിപ്പറേഷൻസും നമ്മുടെ കൃഷ്ണമോളും ബാലനും കൂടി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൃഷ്ണമോള് അകത്തേക്ക് കയറി വരുമ്പോൾ വൈദ്യ ചോദിക്കുന്നുണ്ട്, അല്ല നാളെ എന്താ ഡേറ്റ്? നാളെ മാർച്ച് 3-ാം തീയതിയാണ് എന്നും പറഞ്ഞിട്ട് കൃഷ്ണമോൾ പോകുമ്പോഴേക്കും അത് കേട്ട് വൈദ്യ ഒന്ന് ഞെട്ടുകയാണ്. നാളെ മാർച്ച് 3 എന്ന് ചോദിക്കാണ്. മാർച്ച് 3 അലിയുടെ പിറന്നാൾ. അന്നാണല്ലോ ഈശ്വര ഞാനും എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചത് എന്ന് ഓർക്കുകയാണ്. പെട്ടെന്ന് തന്നെ വൈദ്യ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. പ്രസവത്തിനെ തുടർന്ന് അച്ഛനും ആങ്ങളമാരും എല്ലാവരും കൂടിയിട്ട് ദൂരെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വൈദ്യയെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ച് വൈദ്യ പ്രസവിക്കുകയാണ്. വൈദ്യ പ്രസവിച്ച ഉടനെ കുഞ്ഞ് മരിച്ചു എന്ന് അച്ഛനും നഴ്സും വന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ആ കട്ടിലിരുന്നുകൊണ്ട് വൈദ്യ പൊട്ടിക്കരയാണ്. ബാക്കി എല്ലാവരും വൈദ്യ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഡിപ്രഷനിലും ആ ഒരു സങ്കടത്തിലും അവൾ പൊട്ടിക്കരയുന്നതും കുറെ നാളുകള് മുറി അടച്ചിട്ട് അകത്തിരിക്കുന്നതും എല്ലാ കാര്യങ്ങളും വൈദ്യ ഓർക്കാണ്. പെട്ടെന്ന് അലീന വന്നിട്ട് മേഡം എന്ന് വിളിക്കുമ്പോഴേക്കും അവൾ ആ സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേക്കുന്നുണ്ട്. നാളെ നിന്റെ പിറന്നാളാണോ? അതെ മേഡം, നാളെ എന്റെ പിറന്നാളാ. അല്ല നീ ജനിച്ച ദിവസം തന്നെയാണോ അവിടെ കൊടുത്തിരുന്ന ഡേറ്റ്? അതെ മേഡം, എന്നെ പ്രസവിച്ച അന്ന് തന്നെ എൻ്റെ അമ്മയും വീട്ടുകാരും എന്നെ ഉപേക്ഷിച്ചു. അതേ ദിവസം തന്നെ അവർ കൊണ്ടുവന്ന സ്നേഹനികേതത്തിലേക്ക് എൻ്റെ പ്രജിത്താമ്മയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. എന്ത് മനസ്സല്ലേ അവരുടെയൊക്കെ! ഒരു ചോര കുഞ്ഞിനെ പാലുകുടി പോലും, അമ്മയുടെ മുലപ്പാലിന്റെ രുചി പോലും എന്താണെന്നറിയാതെ ആ പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുവന്ന് അനാഥാലയത്തിലേക്ക് ആക്കാനായിട്ട് ഇവർക്കൊക്കെ എങ്ങനെ മനസ്സ് തരുന്നല്ലേ മേഡം എന്ന് പറയാണ്. എന്നിട്ട് അവളെ കുനിഞ്ഞിരുന്നിട്ട് വൈജനെ ഏറിനിട്ട് നോക്കുമ്പോ വൈജ വല്ലാത്തൊരു മാനസികാവസ്ഥയില് ഉള്ള പിടഞ്ഞുകൊണ്ട് അവള് പറഞ്ഞ വാക്കിനെ കുറിച്ചൊക്കെ ഓർക്കാണ്. എന്നിട്ട് വൈജോട് അലിനോട് ചോദിക്കാണ്, അല്ല നിനക്ക് സ്വന്തക്കാരും ബന്ധക്കാരും അങ്ങനെ ആരുമില്ലേ? അതിനെക്കുറിച്ചൊന്നും നീ ആലോചിച്ചിട്ടില്ലേ, അന്വേഷിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം എന്തിനാ അതൊക്കെ? എന്നെ വേണ്ടാത്തവരാണല്ലോ എന്നെ ഉപേക്ഷിച്ചത്, പിന്നെ ഞാൻ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അലീനയോട് വൈജയ്ക്ക് അലീനയുടെ ഇതിലോട്ട് വൈജയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുകയാണ്. അങ്ങനെ അലീന പുറത്തേക്ക് പോകുന്ന സമയത്ത് വൈജനെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. വൈജ അപ്പോഴും കുനിഞ്ഞിരുന്ന് ആലോചിക്കുകയാണ്. തൻ്റെ അച്ഛൻ അന്ന് പറഞ്ഞല്ലോ തൻ്റെ മകൾ മരിച്ചു പോയിന്ന്, പിന്നെന്തിനാ ഞാൻ അങ്ങനെ സംശയിക്കുന്നത്? പക്ഷേ അന്നേ ദിവസം തന്നെ ഒരു കുട്ടീനെ സ്നേഹനികത്തിലേക്ക് ആക്കിയിരിക്കുന്നു. അത് ഓർക്കുമ്പോഴാണ് എൻ്റെ മനസ്സിനകത്ത് എന്തോ ഒരു സംശയം. അത് മാത്രമല്ല, ആ പ്രജിത്താമ്മയുടെ കാര്യം അലീന പറഞ്ഞല്ലോ, അവർ തന്നെയല്ലേ എൻ്റെ അച്ഛൻ മരിക്കാൻ നേരം അവരെ കാണാൻ വന്നത്. അങ്ങനെ വന്ന് കണ്ടിട്ട് എന്തോ രഹസ്യങ്ങൾ പറയുകയുണ്ടായി. മരിക്കാൻ കിടന്ന എൻ്റെ അച്ഛൻ ആ നിമിഷം തന്നെ അവിടുന്ന് പുറപ്പെട്ട് സ്നേഹനികത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്നതിന് ശേഷം ആണ് അലീനനെ അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും. ഇതിലൊക്കെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ വൈജ ആലോചിക്കുകയാണ്. തന്റെ സഹോദരന്മാർക്ക് ഇപ്പോ അലീന ഒരു പ്രിയപ്പെട്ടവൾ തന്നെയാണ്. തന്റെ ഭർത്താവിനും തന്റെ മകൾക്കും എല്ലാവർക്കും അലീന പ്രിയപ്പെട്ടവളാണ്. അങ്ങനെയായിരിക്കുമ്പോ ഇനി ഇവൾ എന്റെ മകളെങ്ങാനും ആയിരിക്കോ? ഏയ്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ മകൾ മരിച്ചുപോയെന്ന് എന്റെ അച്ഛനോട് കള്ളമറിന്റെ കാര്യം എന്തായിരുന്നു എന്നൊക്കെ ഓർത്തുകൊണ്ട് ആകെപ്പാടെ അവളുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട്. അലീന അടുക്കളയിലേക്ക് കയറുമ്പോൾ ബാലനും കൃഷ്ണമോളും പറയാണ്, വേണ്ട ഇന്നെന്തായാലും ചേച്ചി അടുക്കളയിൽ കയറണ്ട, ഞങ്ങളുണ്ടല്ലോ എന്ന് പറയാണ്. അയ്യോ അതൊന്നും വേണ്ട, ഞാനിവിടെ സഹായിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവര് 3 പേരും കൂടി അടുക്കളയിലേക്ക് സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പായസമൊക്കെ റെഡിയാക്കാണ്. ഹാളിലാണെങ്കിലോ കൃഷ്ണമോളും ബാലേന്ദ്രനും അതുപോലെ ഗോവർദ്ധനും സുലോചനയൊക്കെ വന്നിട്ടുണ്ട്. അവരും അടുക്കളയിൽ കയറി സഹായിക്കുന്നുണ്ട്. ബാലനാണെങ്കിൽ ഗോവർദ്ധനം കൂട്ടി ഹാളെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. വലിയൊരു കേക്കും ഓർഡർ ചെയ്യുന്നുണ്ട്. രോഹിത്തിനോടും അതുപോലെ തന്നെ മനുവിനെയും പിന്നെ ഭവിതയോട് നിൽക്കണമെന്ന് പറയുന്നുണ്ട്. മനുവിനെയൊക്കെ ഇങ്ങോട്ടേക്ക് വിളിക്കുകയും ചെയ്യാണ്. പക്ഷെ ശിവനെയും അതുപോലെ രാജീവനെയും വിളിക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നും, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ബാലൻ സമ്മതിച്ചും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാളിലേക്ക് വരികയാണ്. ഈ സമയത്ത് വൈജിയോട് വീൽ ചെയറിൽ വന്നിരിക്കാൻ ബാലൻ പറയുന്നുണ്ട്. കൃഷ്ണമോളും അലീനയും സുലോചന ചേർന്നുകൊണ്ട് വീൽ ചെയറിലാക്കുകയും ഉന്തിക്കൊണ്ട് ഹാളിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീന മനസ്സിലോർക്കാണ്, പണ്ട് ഒരുപാട് നാൾക്ക് മുമ്പേ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. തൻ്റെ ബർത്ത്ഡേ തൻ്റെ മാതാപിതാക്കളുടെ കൂടെ ആഘോഷിക്കണമെന്ന് ഒരുപാട് ആഗ്രഹവും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ അവൾ ഒരു നിമിഷം ആലോചിക്കുകയാണ്.
അലീന മോളെ കേക്ക് കട്ട് ചെയ്യുന്ന ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അവൾ ആദ്യം തന്നെ ബാലേന്ദ്രന് കൊടുക്കാണ്. പിന്നെ കൃഷ്ണമോക്കും വൈദ്യരികിലേക്ക് കൊണ്ടുമ്പോഴേക്കും വൈദ്യ മോഹം തിരിക്കുന്നുണ്ട്. അപ്പോ കൃഷ്ണമോള് പറയാണ്, എന്താ അമ്മ ഇത് വാങ്ങിക്ക്, അല്ലെങ്കിൽ ചേച്ചിക്ക് സങ്കടാവില്ലേ എന്ന് പറയുമ്പോൾ വൈദ്യ അത് വാങ്ങിക്കുന്നുണ്ട്. അമ്മേ, ഒരാളുടെ നിന്ന് കേക്ക് മേടിച്ചാലേ തിരിച്ച് വായി വെച്ചു കൊടുക്കണം, അമ്മയ്ക്ക് ഇത് അറിയില്ലേ എന്ന് ചോദിക്കുമ്പം വൈദ്യ മനസ്സിലോട് കൂടിയിട്ട് അതിലേക്ക് തിരിച്ച് വായിലും വെച്ച് കൊടുക്കാണ്. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ വീതിച്ചു കൊടുക്കുന്നുണ്ട്. ഗോവർദ്ധന സുലോചനയും അലീനയ്ക്ക് ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കാണ്. ഈ സമയത്ത് രോഹിതും ബബിതയും ഇതൊന്നും ഇഷ്ടപ്പെടാതെ മാറി അവിടെ ഇരിക്കുന്നുണ്ട്. അയലുണ്ടാക്കിയ പായസവും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാവരും അതിന് നല്ല അഭിപ്രായങ്ങളും പറയാണ്. കൃഷ്ണമോളാണെങ്കിലോ വൈജിക്ക് പോയിട്ട് പായസം വായിൽ കോരി കൊടുക്കുന്നുണ്ട്. വൈജിക്കും അതിന്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് നാളുകളായിട്ട് ഈ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ വായിക്കൊരു രുചിയില്ലാതിരിക്കായിരുന്നു. എന്നാൽ അവളുടെ ഈ പായസം കുടിക്കുന്നതോടെ വൈജിക്ക് മനസ്സ് ഒരുപാട് നിറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ബാലേന്ദ്രനാണെങ്കിലോ അലീനയ്ക്ക് ഒരു പിറന്നാൾ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് കൊടുക്കാണ്. തുറന്നു നോക്കുമ്പോൾ അതിൽ നല്ലൊരു മാല കാണുന്നുണ്ട്. ഈ മാല മോള് കഴുത്തിലിട്ടെ എന്ന് പറയാണ്. അങ്ങനെ അവൾ കഴുത്തിലിടുമ്പം നല്ല രസമുണ്ട്, ഇത് മോക്ക് വേണ്ടി തന്നെ പണിയിപ്പിച്ചതുപോലെ ഉണ്ട് എന്ന് ബാലൻ പറയുന്നുണ്ട്. ഇതൊക്കെ രോഹിത്തും ബബിതയ്ക്കും നല്ല ദേഷ്യം വരികയാണ്. വൈജയ്ക്കാണെങ്കിലും ഇതിപ്പോ അങ്ങോട്ടൊന്നും പിടിക്കുന്നില്ല കേട്ടോ. കൃഷ്ണമോള് പറയുന്നുണ്ട്, എന്തായാലും ഇത് ചേച്ചിക്ക് വേണ്ടി പണിത പോലെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ കൃഷ്ണമോള് പറയാണ്, ഞാനും ചേച്ചിക്ക് ഒരു സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ അതൊരു ടെഡി ബിയർ ആയിരിക്കും കേട്ടോ. അലീന പറയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഇതുപോലൊരു പാവ എനിക്കും ഉണ്ടായിരുന്നു സ്നേഹനികേതത്തിൽ വെച്ച്, അതിപ്പോ ചിന്നുമോള് കളിച്ചോണ്ടിരിക്കുകയാണ് എന്ന് അലീന പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സദ്യയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വീൽ ചെയറിൽ അവിടെ വൈജി ഇരിക്കുന്നുണ്ട്. അപ്പോ വൈദ്യരകില് ബബിത വന്നിരിക്കാണ്. ബബിതയോട് വൈജ പറയുന്നുണ്ട്, മോളെ എനിക്ക് കൂടി വാർത്താന്ന് പറയുമ്പം അയ്യോ അമ്മേ ഇപ്പത്തെ ലേറ്റായി, എനിക്കാണെങ്കിലോ പെട്ടെന്ന് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് കയറി പോവാ. കൃഷ്ണമോള് പറയുന്നുണ്ട്, അതിനെന്താമേ ഞാൻ വാരത്തരാലോ എന്നും പറഞ്ഞുകൊണ്ട് വൈജയ്ക്ക് വാരി കൊടുക്കുന്നുണ്ട്. ബബിതയുടെയും രോഹിത്തിന്റെയും ഈ ഒരു മാറ്റവും ഇവളുടെ അകൽച്ചയെ കണ്ടിട്ട് ഇവയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട്. കാരണം ഇവളുടെ കൂടെ കൂടാനും തോന്നിവാസങ്ങൾക്കെല്ലാം കൂട്ടുന്നതും നമ്മുടെ മക്കളാണല്ലോ. പക്ഷെ അവരിപ്പോ അങ്ങനെ വ്യത്യാസം കാണിക്കുന്നത് കാണുമ്പോൾ വൈജയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി സദ്യയൊക്കെ കഴിച്ച് ഗോവർദ്ധനൊക്കെ ആണെങ്കിലും അലിനയ്ക്ക് സമ്മാനം കൊടുത്തിട്ട് അവിടുന്ന് തിരിഞ്ഞു പോണുണ്ട്. അവര് നല്ലൊരു ചുരിദാറായിരിക്കും കേട്ടോ അല്ലേക്ക് സമ്മാനമായി കൊടുക്കണത്. അങ്ങനെ താമസിച്ചായിരിക്കും മനു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോഴേക്കും അല്ല ചോദിക്കാണ്, മനുവേട്ടനെന്താ താമസിച്ചേ? ഒന്നും പറയണ്ട, നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു, ഞാൻ നേരത്തെ ഇറങ്ങിയതാ, എന്ത് ചെയ്യാനാ ഇത്രയും വൈകിപ്പോയി. അയ്യോ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. അയ്യോ എനിക്ക് വെച്ചിട്ടില്ലേ കേക്ക് എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയാണ്, പിന്നെ മനുവേട്ടന് അലിന് ചേച്ചി കേക്ക് വെക്കാതിരിക്കുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അലീന മനുവിനുള്ള കേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇരുത്തി അവന് സദ്യയും കൊടുക്കാണ്. ബാലേന്ദ്രനും കൃഷ്ണമോളും ഒക്കെ അടുത്തൊരിപ്പുണ്ട്. വൈജയെ കൊണ്ടുപോയി അവര് കട്ടിലിൽ കിടത്തുകയും ചെയ്യാണ്. അങ്ങനെ അലീന അവനിരുന്ന് വിളമ്പി കൊടുക്കുമ്പം അയലിനോട് മനു പറയുന്നുണ്ട്, നീ ഇരുന്ന് കഴിക്ക്. അയ്യോ ഇപ്പൊ ഞങ്ങള് കഴിച്ചിട്ട് എഴുന്നേറ്റതേ ഉള്ളൂ, മനുവേട്ടൻ കഴിക്ക് എന്ന് പറഞ്ഞ് വിളമ്പി കൊടുക്കാണ്. എന്നാലും പായസനൊക്കെ നല്ല രുചിയുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഇപ്പോ വൈജാന്റിക്ക് എങ്ങനെയുണ്ട്, നല്ല മാറ്റമുണ്ടോ എന്ന് ബാലോട് ചോദിക്കുമ്പം നല്ല മാറ്റമുണ്ട്, കൈയും കാലും ഒക്കെ ഇപ്പൊ ചലിപ്പിച്ചു തുടങ്ങി, പിന്നെ വർത്താനം പറഞ്ഞിപ്പോ കുഴപ്പമൊന്നുമില്ല. 1 മാസത്തിനുള്ളിൽ എന്തായാലും നന്നായി എഴുന്നേറ്റ് നടക്കാൻ പറ്റും. 2 മാസത്തിനുള്ളിൽ ആള് പഴയതുപോലെ ആവുന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അല്ല ഇപ്പോ അലീനോട് എങ്ങനെയുണ്ട്, കുറച്ചെങ്കിലും മാറ്റമുണ്ടോ? ഇപ്പൊ അങ്ങനെ പണ്ടത്തെ പോലെ കടുപ്പിച്ചൊന്നും പറയാറില്ല, എങ്കിലും ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. അല്ലെങ്കിലേ അലീന, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അയലയുടെ ഇന്നത്തെ പിറന്നാളെന്ന് പറഞ്ഞല്ലോ, അന്ന് തന്നെയല്ലേ വൈജാന്റി നിന്നെ പ്രസവിച്ച ദിവസം? അങ്ങനെയാകുമ്പോ വൈജാന്റിക്കൊരു സംശയം തോന്നാൻ ചാൻസ് ഇല്ലേ? അപ്പൊ ബാലൻ പറയാണ്, ഞാനും അത് ആലോചിച്ചു, അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ പ്രത്യേകിച്ചൊരു എക്സ്പ്രഷനും കണ്ടില്ല. അപ്പൊ അലീന പറയാണ്, പക്ഷേ എനിക്ക് എന്തൊക്കെയോ അമ്മയ്ക്കൊരു ഡൗട്ടുള്ള പോലെയൊക്കെ എനിക്ക് തോന്നി. കൃഷ്ണമോള് പറയുന്നുണ്ട്, നാളെ എന്ന ഡേറ്റ് എന്ന് അമ്മ എന്നോട് ചോദിച്ചു. മാർച്ച് 3 പറഞ്ഞപ്പോ മാർച്ച് 3 അമ്മ ഞെട്ടലോട് കൂടിയാ ചോദിച്ചത്. അതിനുശേഷം അമ്മ കുനിഞ്ഞിരുന്ന് എന്തൊക്കെയോ ആലോചിക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ വൈജിക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടല്ലേ എന്ന് ബാലൻ പറയുമ്പം അല്ല പറയാണ്, അയ്യോ അതൊന്നും വേണ്ടായിരുന്നു,
ബാലൻ പറയാണ്, സാരയില്ല, അവളുടെ മോള് മരിച്ചുപോയെന്നാണല്ലോ അവളുടെ അച്ഛനും സഹോദരന്മാരും എല്ലാം അവളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ സംശയിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. അങ്ങനെ മനു ആഹാരം കഴിച്ച് കൈയെല്ലാം കഴുകുന്നുണ്ട്. അതിനുശേഷം അയാളോട് പറയാണ്, ദേ ഞാൻ നിനക്ക് ഒരു സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും ഒരു ഗിഫ്റ്റ് ബോക്സ് എടുത്ത് കൊടുക്കാണ്. അങ്ങനെ അലിക തുറന്നു നോക്കുമ്പോൾ അതില് ഒരു സ്വർണ്ണ റിങ് ആയിരിക്കും. ഇതെടുത്ത് അവക്ക് നേരെ നീട്ടുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, എൻ്റെ മനുവേട്ട അത് ചേച്ചിയുടെ കയ്യിലും ഇട്ടുകൊടുക്ക് എന്ന് പറയുമ്പോഴേക്കും ബാലനും ഒന്ന് ചമ്മി നിൽക്കുന്നുണ്ട്. ഒന്ന് പോ കൃഷ്ണമോളെ എന്ന് മനു നാണത്തോടെ പറയുമ്പം, അതിനെന്താ മനുവേട്ടൻ്റെ മുറപ്പെണ്ണല്ലേ അല്ല ചേച്ചി, അതുകൊണ്ട് ഇട്ടുകൊടുത്തു വെച്ചാൽ ഒരു പ്രശ്നമില്ലെന്ന് കൃഷ്ണമോള് പറയാണ്. അങ്ങനെ അലിൻ്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കാൻ പോകുമ്പോഴേക്കും അലിന പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ട, എൻ്റെ കയ്യിലെങ്കിൽ തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. കൃഷ്ണമോളുടെ ഒരു ആഗ്രഹമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് മനു അവളുടെ കൈ പിടിച്ചിട്ട് അവളുടെ കൈവറിലേക്ക് മോതിരം ഇട്ട് കൊടുക്കാണ്. മനുവും അലിനയുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ബാലന് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം മനുവും അലീനയും നല്ല സ്വഭാവത്തിലുള്ളവരാണല്ലോ, രണ്ടുപേരും ചേരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവനും അതിൽ നല്ല താല്പര്യമാണ്. അല്ലടാ നീ ഇന്ന് തന്നെ പോവാണോ? അയ്യോ അങ്കിളെ പോണം, വീട്ടിലേക്ക് ഒന്ന് പോണം, കുറച്ച് സാധനമൊക്കെ എടുക്കാറുണ്ട്, എന്നിട്ട് നേരെ ഇന്ന് രാത്രി തന്നെ എറണാകുളത്തേക്ക് പോണം. ഇന്ന് തന്നെ പോണടാ, നാളെ പോയാൽ പോരെ? അയ്യോ പറ്റില്ല, നാളെ തന്നെ എനിക്ക് ജോയിൻ ചെയ്യേണ്ടതാ, ഇന്ന് രാത്രി വിട്ടാലേ എനിക്ക് അങ്ങ് ചെല്ലാൻ പറ്റുള്ളൂ. എന്തായാലും അലിനയുടെ പിറന്നാൾ കൂടാൻ പറ്റിയല്ലോ, അത് മതി. അലിനുണ്ടാക്കിയ പായസവും സദ്യയൊക്കെ കഴിച്ചല്ലോ, ഗിഫ്റ്റും കൊടുത്തു, ഇപ്പൊ സന്തോഷായി. ഞാൻ എന്നാലേ ആന്റി ഒന്ന് കണ്ടു വരാം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോന്നുണ്ട്. കൃഷ്ണയപ്പോ ബാലനോട് പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ ഒരാളുടെ മുഖത്തെ നല്ല നാണവും സന്തോഷമൊക്കെ വരുന്നുണ്ട് എന്നും പറഞ്ഞ് അലിനെ കളിയാക്കുമ്പോൾ, നീ ഒന്ന് പോയേ കൃഷ്ണമോളെ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. ബാലനാണെങ്കിൽ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ മനു അലിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? അവർക്ക് പരസ്പരം വലിയ ഇഷ്ടാച്ചാ, പക്ഷെ രണ്ടുപേരും അത് തുറന്നു പറയില്ല. അവരുടെ മനസ്സിലുള്ള ഇഷ്ടം അത് സ്നേഹമാണോ പ്രണയമാണോ എന്നൊന്നും അവർക്ക് അറിയില്ല. മനുവേട്ടന് ചേച്ചിയെ ചേച്ചിക്ക് മനുവേട്ടനെ ഇഷ്ടമാണ്. പക്ഷെ രണ്ടുപേരെയും ഈ ഒരു സാഹചര്യവും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടേ രണ്ടുപേരും അതൊന്നും തുറന്നു പറയില്ല. എപ്പോഴും രണ്ടുപേരും നല്ല സ്നേഹത്തിലൊക്കെയാ, ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്, എപ്പോഴൊന്നും ഇല്ല. എന്താ ഈ കാര്യങ്ങളൊക്കെ, അല്ല ചേച്ചിക്ക് സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ടേ മനുവേട്ടൻ വിളിക്കാറുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെയാ, രണ്ടുപേരും തമ്മിൽ നല്ല ജോഡിയല്ലേച്ചാ. എന്തായാലും മുറച്ചെടുക്കണം ഉറപ്പണോ അല്ലേ, അവർ ഒന്നിച്ചാൽ മതിയായിരുന്നല്ലേച്ചാ. അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് അമ്മേനെ കുറിച്ച് അമ്മ സത്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ചേച്ചിക്ക് ഇവിടുന്ന് പോവേണ്ടി വരില്ലല്ലോ എന്ന് പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, എന്താണ് ഈശ്വര നിശ്ചയെന്ന് നമുക്കറിയില്ലല്ലോ. അവരുടെ മനസ്സിൽ അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടത്തണം. ഇത്രയും കാലവും ഒരുപാട് അനുഭവിച്ചു അലീന, ഇനിയും അവള് ഒരിക്കലും ഒന്നും അനുഭവിക്കാൻ പാടില്ല. അവള് സന്തോഷമായിട്ട് ജീവിക്കണം, ഓരോ ദുഃഖങ്ങളും അവളുടെ ജീവിതത്തിലുണ്ടാകാൻ പാടില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് ആളാ മനു. അവക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാ. അവനും ഇതുപോലൊരു പെൺകുട്ടീനെ വേറെ കിട്ടില്ല. ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടീനെ അവനും കിട്ടില്ല. ഇത്രയുള്ളൊരു സ്നേഹമുള്ള പയ്യനെ അവക്കും കിട്ടില്ല. രണ്ടുപേരും യോജിച്ചാല് അത് നല്ലൊരു കാര്യം തന്നെ ആയിരിക്കുമെന്നും ബാലൻ പറയുന്നുണ്ട്. അങ്ങനെ മനു പോയിട്ട് വൈജയെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവിടുന്ന് പോവാണെന്ന് പറഞ്ഞിട്ട് മനു പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലനോടും കൃഷ്ണയോടും അലിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് മനു അവിടുന്ന് പോവാണ്. അങ്ങനെ അലിന രാത്രിയില് മുറിലേക്ക് കിടക്കാൻ വരുന്നുണ്ട്. വൈദ്യ ചോദിക്കുന്നുണ്ട്, അല്ല ഞാനൊരു സംശയം ചോദിക്കട്ടെ, നിന്നെ അവിടെ കൊണ്ട് ആക്കിയതാരാണെന്ന് നിനക്കറിയോ? അത് പിന്നെ എനിക്കങ്ങനൊന്നും അറിയില്ല. എന്നെ പ്രജിത്താമ്മ പറഞ്ഞത് എൻ്റെ സ്വന്തം മുത്തശ്ശനാണെന്നാ പറഞ്ഞത്. എൻ്റെ അമ്മയ്ക്ക് അവിഹിതത്തിൽ ജനിച്ച ഒരു കുട്ടിയായിരുന്നു ഞാന്. അവരുടെ കുടുംബത്തിന് മാനക്കേടും തോന്നിയത് കൊണ്ടാ എൻ്റെ മുത്തശ്ശൻ എന്നെ കൊണ്ടുവന്ന് അവിടെ ആക്കിയത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു കിടക്കാണ്. ഈ സമയത്ത് വൈജ ആലോചിക്കാണ്, മുത്തശ്ശൻ എന്ന് പറയുമ്പോ അവളുടെ, അതായത് എൻ്റെ അച്ഛനായിരിക്കോ? ഇനി പക്ഷേ ആ കുട്ടി മരിച്ചിട്ടില്ലേ എന്നൊക്കെ വൈജയുടെ മനസ്സിൽ ഒരു 100,000 സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വൈജയും അലിനയും കിടന്നുറങ്ങാണ്. ഈ സമയത്ത് വൈജ വീണ്ടും ആ ഒരു സ്വപ്നം കാണുന്നുണ്ട്. വൈജ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നു. അതുപോലെ അവളുടെ അച്ഛൻ വന്നിട്ട് പറയാണ്, ആ കുട്ടി മരിച്ചുപോയെന്ന് പറയുമ്പോഴേക്കും ഇവൾ അലറി കരയുന്നതും അതുപോലെ നെഞ്ചിൽ പാൽ കെട്ടി അവൾ വേദന കൊണ്ട് കരയുമ്പോൾ സ്വന്തം കുഞ്ഞിനെ ഓർത്തുകൊണ്ട് അവൾ അലറി കരയുന്നതെല്ലാം ഓർത്തോർത്ത് വിഷമിക്കുകയാണ്. ആ ഒരു സ്വപ്നമാണ് കേട്ടോ അവൾ കാണുന്നത്. അത് കണ്ട് മോളേന്ന് പറഞ്ഞ് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട്.
പെട്ടെന്ന് അലീന ഓടി വന്ന് അയ്യോ മേഡം എന്താ പറ്റിയത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല, ഞാനൊരു സ്വപ്നം കണ്ടതാ. ആ മേഡത്തിന് വെള്ളം വേണമെന്ന് ചോദിക്കുമ്പം വേണമെന്ന് പറയുന്നുണ്ട്. അലീന വെള്ളം എടുത്ത് കൊടുക്കാണ്. അങ്ങനെ ആകെപ്പാടെ ഒരു ടെൻഷനോട് കൂടിയിട്ട് വൈജ കിടക്കുന്നത് അലീന ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വൈജയ്ക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലാവാണ്. അങ്ങനെ അവളും പോയി കിടക്കാണ്. വൈജയാണെങ്കിലോ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അവൾക്ക് ഉറക്കം വരുന്നില്ല. കാരണം തന്റെ മകൾ മരിച്ചിട്ടുണ്ടോ അതോ മരിച്ചിട്ടില്ലേ? അലീനോട് എന്തുകൊണ്ടാണ് ഇവർക്കുള്ള ഇത്രയ്ക്ക് സ്നേഹം? മുത്തശ്ശൻ കൊണ്ട് ആക്കിയെന്ന് പറഞ്ഞു, അതിന് തന്റെ അച്ഛനാണോ? ശിവേട്ടനും രാജീവേട്ടനും ഒക്കെ അവളെ വിളിക്കാറുണ്ട്. അവരെല്ലാം ഇനി അലീന സ്വന്തം മകളാണെന്ന് അറിഞ്ഞു കാണുമോ? അങ്ങനെ 100,000 സംശയങ്ങൾ അവളുടെ മനസ്സിലൂടെ ഓടിക്കളിക്കാണ്. എന്തായാലും ആ ഒരു സ്റ്റോറി അങ്ങനെ പോവാണ്. അവരുടെ മനസ്സിൽ സംശയങ്ങളായിട്ട് തോന്നുന്നത് ഈ സമയത്ത് അറിയുന്നില്ല. ഇതിന്റെ ബാക്കി സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാ ദിവസവും. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.